അപ്പോൾ ആ മെക്കാനിസത്തിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം സി എൽ ആയിട്ട് HCl ആയിട്ട് റിമൂവ് ചെയ്യും. മറ്റേ ഹൈഡ്രജൻ ആറ്റം CH3Oൻ്റെ കൂടെ വന്നിട്ട് OH ആയിട്ട് റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ എങ്ങനെയാണോ റുതീനിയം കോംപ്ലക്സ് ഇനീഷ്യലി ഉണ്ടായിരുന്നത് അതേ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. 2 CH3OH ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, പിന്നെ നമ്മുടെ R ബൈനാപ്പ് ആ ഒരു സ്റ്റേറ്റിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ തന്നെ സെയിം നോട്ടാണ് ഇതിലുള്ളത്. അതിൻ്റെ അവസാനം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ബൈനാപ്പിൻ്റെ കൂടെ നമ്മൾ റുതീനിയം കോംപ്ലക്സ് ആണല്ലോ പറഞ്ഞത്. അപ്പോൾ RuCl2 ആവാം, അല്ലെങ്കിൽ ബൈനാപ്പിൻ്റെ കൂടെ RuBr2 ആവാം. അപ്പോൾ അത് നമ്മൾ ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ടോ കാർബണിൽ ഗ്രൂപ്പുള്ള കീറ്റോൺസിനെയാണ് നമ്മൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ റിയേജൻസ് ഉപയോഗിക്കുക. നമുക്ക് സിമ്പിൾ കീറ്റോൺസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ RuCl2 ബൈനാപ്പിൻ്റെ കൂടെ ഡയമീൻ ഉള്ള ഒരു കോംപ്ലക്സ് ആണ് നമ്മൾ പ്രീ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം ഈ ഡയമീൻ ഉള്ള കോംപ്ലക്സ് വന്നതിന് ശേഷം എന്ത് സംഭവിക്കും? അതിൽ നമ്മൾ ടെർഷ്യറി ബ്യൂട്ടാലിൻ്റെ പൊട്ടാസ്യം സോൾട്ട് അത് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് KCl റിമൂവ് ആയി പോവും, ടെർഷ്യറി ബ്യൂട്ടൽ ആൽക്കഹോൾ ഉണ്ടാവും, RuH2 ബൈനാപ്പ് ഡയമീൻ ആയിട്ട് മാറും. RuCl2 ഉണ്ടായിരുന്ന RuH2 ആവും. എന്നിട്ട് അതിനുശേഷം ആ കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ റിഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് സിമ്പിൾ കീറ്റോൺസ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. മറ്റേത് മോർ ദാൻ 1 ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ റിയാക്ഷൻ തന്നെ ചെയ്യണം, ഡയമീൻ ഇല്ലാത്ത കോംപ്ലക്സ്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വായിച്ച് നോക്കുക, എക്സാമ്പിൾസ് പഠിക്കുക. എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? എപ്പോഴും R ബൈനാപ്പ് വെച്ചിട്ടുള്ള കോംപ്ലക്സും പ്രൊഡക്റ്റും S ബൈനാപ്പ് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റും എഴുതണം. R ബൈനാപ്പ് വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? സെൻട്രൽ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടോ O ഇട്ട് വരുന്ന കോംപ്ലക്സ് ആണ്. ഇതിൽ സൈഡിലുള്ള ഡബിൾ ബോണ്ടോയ്ക്ക് പകരം OH വന്നു. അപ്പോൾ വെഡ്ജായിട്ട് വരയ്ക്കുന്നെങ്കിൽ നമ്മൾ R നേരെ വരയ്ക്കണം, ഡാഷ് ആയിട്ടാണെങ്കിൽ S. അതുപോലെ 1-2 എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ മെക്കാനിസം റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ സ്ട്രക്ചർ കറക്റ്റായിട്ട് ബോണ്ടിങ് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ നേരെ എഴുതിയാലും മതി. പിന്നെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന ആ ഭാഗം മാത്രം നമ്മൾ കറക്റ്റ് സ്ട്രക്ചർ വരയ്ക്കണം, അങ്ങനെ വേണം എഴുതാൻ. പിന്നെ കുറച്ച് എക്സാമ്പിളാണ്. ഇതിൽ ഹൈഡ്രജനേഷനും ഹൈഡ്രജനോളിസിസും തമ്മിലുള്ള വ്യത്യാസം എഴുതിയിട്ടുണ്ട്. ഹൈഡ്രജനേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ്, പക്ഷേ ബോണ്ട് ബ്രേക്ക് ആവുന്നില്ല. ഹൈഡ്രജനോളിസിസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ബോണ്ടും അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.